ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയത്തിൽ പ്രതിരോധത്തിലായി UDF. മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സമസ്തയുടെ പ്രമേയം. വർഗീയ ശക്തികളെ വെള്ളപൂശാനാണ് പ്രതിപക്ഷ നേതാവിന്റെ യാത്രയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. അവർ രാജ്യത്തിന്റെ സഹിഷ്ണുത തകർക്കും, സമുദായത്തെ വഴിതെറ്റിക്കും. സമസ്ത പ്രമേയത്തിന്റെ ഭാഷ ശക്തവും വ്യക്തവുമായിരുന്നു. പക്ഷേ സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായി മാത്രം ചുരുക്കിക്കണ്ട് പ്രമേയത്തെ തള്ളിക്കളയുകയാണ് പ്രതിപക്ഷ നേതാവ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ട് ചെയ്താണ്. അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില പ്രശ്നമുണ്ട്. അതിലൊന്നും ഞങ്ങൾ കക്ഷികളല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പാലിക്കണമെന്നും സമസ്ത നേതാക്കൾ ആവർത്തിച്ചു. അവരുമായി കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കിവിടെ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള, ദേശം സഞ്ചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള ആ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ തിരിച്ചെത്താനാണ് UDF ശ്രമമെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. RSSനെയും പ്രതിപക്ഷ നേതാവും വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. 40 വർഷം CPM ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയ ചരിത്രം പറഞ്ഞ് വിമർശനങ്ങളെ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം ജമാഅത്തെ ഇസ്ലാമി വിവാദം മയപ്പെടുത്തി അവസാനിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.